അന്ന് കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 5, 2022 ഉത്തർപ്രദേശിലെ ഹസുപുര എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഒരു ഗ്രോസറി ഷോപ്പ് നടത്തുന്ന ആളായിരുന്നു ഗബ്ബർ സിംഗ്. അന്ന് രാത്രി അയാൾ ഉറങ്ങാൻ എത്ര ശ്രമിച്ചിട്ടും ആൾക്ക് ഉറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആൾ തിരിഞ്ഞടന്നും മലർന്നിടന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ആൾക്ക് ഉറക്കം തീരെ വരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആളുണ്ടായിരുന്നത്. അങ്ങനെ നേരം പുലർന്നു, അതായത് നേരം വെളുത്തു തുടങ്ങുന്ന ആ ഒരു ടൈമിൽ എന്ത് ചെയ്യുമെന്നറിയാതെ ആൾ ബെഡിൽ നിന്ന് ഇറങ്ങി എന്തായാലും ഗ്രാമത്തിൽ ഒരു വാക്കിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങാണ്. അങ്ങനെ ഡോറ് തുറന്ന് ആളുടെ വരാന്തയിൽ നോക്കുന്ന ടൈമിൽ അവിടെ ഒരു കടലാസിൻ്റെ കഷ്ണം എടുക്കുന്നുണ്ട്. അതായത് ഒരു ബോൾ പോലെ ചുരുട്ടി കൂട്ടിയ ഒരു കടലാസിൻ്റെ കഷ്ണമായിരുന്നു അത്. അപ്പോൾ നോക്കുമ്പോൾ ജസ്റ്റ് അത് അവിടെ എന്താ പറയുക, ജസ്റ്റ് ഒരു വേസ്റ്റ് അല്ല എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. ആ ഒരു കടലാസ് എടുത്തിട്ട് ആള് നിവർത്തി അതിനുള്ളിലുണ്ടായിരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് വായിച്ചു നോക്കുകയായിരുന്നു. അത് കണ്ട അയാൾ ആദ്യം തന്നെ ഞെട്ടിപ്പോവുകയാണ്. അതിലുണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നാടിൻ്റെ എൻഡിലുള്ള ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു വേപ്പിൻ്റെ മരം കാണാം. ആ ഒരു മരത്തിൻ്റെ താഴെ 35 ലക്ഷം രൂപ വെച്ച് വീട്ടിലോട്ട് പോകുമ്പോഴേത്തിനും മകൻ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ടാകുമെന്നുള്ള തരത്തിലുള്ളൊരു കുറിപ്പായിരുന്നു അത്. ഈ ഒരു കത്ത് കണ്ടപ്പോൾ ആദ്യ ആളൊന്ന് ഞെട്ടിയെന്നുണ്ടെങ്കിലും പിന്നീട് ആൾക്കൊരു ആശ്വാസം കൂടെ തോന്നുകയാണ്. ആ ഒരു ആശ്വാസം തോന്നിയ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മകനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അച്ഛനും ഒരു അമ്മക്കും ഒന്നും ആശ്വാസം തോന്നില്ല. പക്ഷേ ഇയാളുടെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ മകൻ 9 വയസ്സുള്ള ഗുൽദീപ് സിംഗിനെ കാണാതായിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 10-12 ദിവസമായിട്ട് ആ ഒരു പയ്യൻ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ തൻ്റെ മകൻ ജീവനോടെയുണ്ട് എന്നുള്ളൊരു ആശ്വാസമായിരുന്നു അയാൾക്ക് കിട്ടിയത്. കഴിഞ്ഞ 10-12 ദിവസമായിട്ട് തൻ്റെ മകൻ എവിടെ പോയി, ജീവനോടെ ഉണ്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, ആ പയ്യൻ എന്താണ് പറ്റിയെന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്താ പറയുക, ആളുടെ ജീവിതമൊക്കെ ആകെ താളം തെറ്റി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്ക് ഉറങ്ങാനൊന്നും സാധിക്കാതിരുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് തങ്ങളുടെ മകൻ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം ആൾക്കുണ്ടായി. അപ്പോൾ എന്താണ് ഗുൽദീപ് സിംഗിന് സംഭവിച്ചത്? ഗബ്ബർ സിംഗിന് മകനെ തിരിച്ചു കിട്ടിയോ? ആരാണിത് ചെയ്തത്? ജസ്റ്റ് പൈസ മാത്രമായിരുന്നു അവരുടെ മോട്ടീവ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. ഹസൻപുരയിലെ ഒരു ഗ്രോസറി ഷോപ്പ് നടത്തിയിരുന്ന ആളായിരുന്നു ഗബ്ബർ സിംഗ്. അപ്പോൾ ഫൈനാൻഷ്യലി വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളുടെ വൈഫിൻ്റെയും മകൻ്റെയും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോരുമായിരുന്നു. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജാനുവരി 23, 2022. അതൊരു ഞായറാഴ്ചയായിരുന്നു. ഗുൽദീപ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് കളിക്കാൻ പോയതായിരുന്നു. വൈകുന്നേരം ടൈമിൽ സാധാരണഗതിയിൽ ആ പയ്യൻ വീട്ടിലോട്ട് തിരിച്ചു വരേണ്ടതാണ്. എന്നാൽ അന്നത്തെ ദിവസം ഈവനിങ് ആയിട്ടും മകനെ കാണാത്തത് കൊണ്ട് ആ പയ്യൻ്റെ അമ്മ നൈബേഴ്സിൻ്റെ അടുത്ത്, അതായത് ആ പയ്യൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയിട്ട് അന്വേഷിക്കുകയാണ് മകനെ. അപ്പോൾ അവർ പറഞ്ഞത്, ആൻറ്റി അവൻ ഞങ്ങളെ കൂടെ കളിക്കാണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് വന്നപ്പോൾ അവനും വീട്ടിലേക്ക് വന്നല്ലോ, വീട്ടിലെത്തിയില്ലേ എന്നുള്ളതായിരുന്നു ആ പിള്ളേർ ഈ അമ്മയോട് ചോദിച്ചത്. ഇത് കേട്ട് അവർ ആകെപ്പാടെ പാനിക്കായി നേരെ ഗ്രോസറി ഷോപ്പിലുള്ള തൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഈ കാര്യം പറയുകയാണ്. അത് കേട്ട വഴിക്ക് തന്നെ ആൾ കടയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലെത്തിയ അയാൾ മകനെ അന്വേഷിച്ചിറങ്ങി. അതൊരു ചെറിയ വില്ലേജ് ആയിരുന്നു. അപ്പോൾ ഈ ഗുൽദീപ് സിംഗിനെ കാണാനില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയാണ്. നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങി ഒരു പയ്യനെ അന്വേഷിക്കുകയാണ്. എത്ര അന്വേഷിച്ചിട്ടും, ആ രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും ആ ഒരു പയ്യനെ അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുകയാണ്. പോലീസുകാർ ആ ഒരു കേസ് അന്വേഷിച്ചിട്ടും വലിയൊരു പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ഒരു ടൈമിൽ ഉത്തർപ്രദേശിൽ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് പോലീസുകാർ കൂടുതലും ആ ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ബിസിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുൽദീപ് സിംഗിനെ കാണാതായിട്ട് ഒരാഴ്ച കഴിഞ്ഞു. പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ യാതൊരു പുരോഗതിയില്ല. ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ളത് ഈ ഒരു ഗബ്ബർ സിംഗിന് മനസ്സിലാവാണ്. ആളും ആളുടെ ഫ്രണ്ട്സും കൂടെ ഈ ഒരു കുൽദീപ് സിംഗിനെ കൂടുതൽ കാര്യക്ഷമമായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങി. അടുത്തടുത്ത ഗ്രാമങ്ങളിലൊക്കെ പോയി അന്വേഷിച്ചു തുടങ്ങി. അതുപോലെ തന്നെ അവർ നാട് നീളെ പോസ്റ്റർ ഒട്ടിക്കാനും തുടങ്ങി. ഈ ഒരു പയ്യനെ കാണാനില്ല, എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നവർക്ക് 5 ലക്ഷം രൂപ പാരിതോഷികം തരും എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റർ ആയിരുന്നു അത്. എന്നിട്ടും അവർക്ക് ലീഡൊന്നും തന്നെ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഫെബ്രുവരി 5 ആൾ രാവിലെ തന്നെ വീടിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ ആ ഒരു കടലാസ് കാണുന്നതും അതിൻ്റെ ഉള്ളിൽ ഒരു 35 ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായതും. ഉടനെ തന്നെ ഈ ഗബ്ബർ സിംഗ് തൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു. എന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അവർ നേരെ ആ ഒരു വേപ്പ് മരത്തിൻ്റെ അവിടെ പോയി നോക്കുകയാണ്. അവിടെ നോക്കുമ്പോൾ ആ ഒരു ഏരിയയിലൊന്നും ആരുമില്ല. അവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്നുള്ളൊരു രീതിയിലായിരുന്നു അവർ അങ്ങോട്ട് പോയത്. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗബ്ബർ സിംഗ് തൻ്റെ അടുത്ത ഫ്രണ്ട്സിനോടും അതേപോലെ തന്നെ നൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ എന്താണ് ചെയ്യുക എന്നുള്ളത് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് 35 ലക്ഷം രൂപ കൊടുത്തിട്ട് പയ്യനെ റിലീസ് ചെയ്യാം, അതായിരിക്കില്ലേ നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ ഗബ്ബർ സിംഗ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, എൻ്റെ കയ്യിൽ ഇപ്പോൾ 35 ലക്ഷം രൂപ ഇല്ല.
ഇനിയിപ്പോൾ 35 ലക്ഷം രൂപ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ തന്നെയാണ് തൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തതിനുള്ള തെളിവ് എന്താണെന്നുള്ളതായിരുന്നു ഈ ഒരു ഗബ്ബർ സിംഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അതുകൂടാതെ തട്ടിക്കൊണ്ടുപോയവരുടെ മോട്ടീവ് ജസ്റ്റ് പണമായിരുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് ഇത്രയും ലേറ്റായി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ഗബ്ബർ സിംഗ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ലോജിക്കലി നോക്കുമ്പോൾ ആൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അപ്പോൾ ഇവർ അടുത്തതായിട്ട് നേരെ ആ ഒരു ലെറ്ററും കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ പോലീസിനോട് പറഞ്ഞു. അതിനുശേഷം ഇനിയും ലെറ്റർ വരും എന്നുള്ളത് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗബ്ബർ സിംഗും ഗബ്ബർ സിംഗിൻ്റെ ഫ്രണ്ട്സും രാവും പകലും ഇല്ലാതെ ആ വീടിന് കാവൽ നിൽക്കുകയാണ്. അവർ എത്രത്തോളമൊക്കെ കാവൽ നിന്നിട്ടും ഈ ഒരു ഫെബ്രുവരി 9 ഇതേപോലെ തന്നെ ആളുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ അടുത്തൊരു കടലാസിൻ്റെ ഉണ്ടയും അതിനോടൊപ്പം തന്നെ ഒരു എൻവലപ്പും കാണുകയാണ്. അപ്പോൾ ഇവരാകപ്പാടെ ഷോക്കായി പോയി. കാരണം എല്ലാവരും തന്നെ ആ ഒരു വീട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് എങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കടലാസും എൻവലപ്പും കൊണ്ട് ഇട്ടു എന്നുള്ളത് ഇവർക്കെല്ലാവർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം തന്നെയായിരുന്നു. ആ കത്തിൽ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിൻ്റെ കയ്യിൽ 35 ലക്ഷം രൂപ ഇല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം, അപ്പോൾ നീ 25 ലക്ഷം രൂപ തന്നാൽ മതി. പറഞ്ഞ പോലെ തന്നെ ആ ഒരു വേപ്പിൻ്റെ മരത്തിൻ്റെ താഴെ ആ പൈസ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ നടന്നു പോയിക്കോ, അപ്പോൾ നീ വീട്ടിലെത്തുന്നതിന് മുൻപ് മകൻ വീട്ടിലെത്തും എന്നുള്ളൊരു കാര്യം ആ ലെറ്ററിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ഉണ്ടായിരുന്നത്, നിനക്ക് സംശയം ഉണ്ടല്ലേ ഞങ്ങളുടെ കൂടെ നിൻ്റെ മകനുണ്ട് എന്നുള്ളത്, അപ്പോൾ അതിനുള്ളൊരു തെളിവ് ആ എൻവലപ്പിലുണ്ട് എന്നുള്ളത് കൂടിയായിരുന്നു ലെറ്ററിൽ ഉണ്ടായിരുന്ന മറ്റൊരു കാര്യം. ആ ഒരു എൻവലപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഈ കാണാതായ ദിവസം ഗബ്ബർ സിംഗിൻ്റെ മകൻ ധരിച്ചിരുന്ന ഒരു തൊപ്പിയായിരുന്നു അതിലുണ്ടായിരുന്നത്. അങ്ങനെ കാശ് അറേഞ്ച് ചെയ്ത് തൻ്റെ മകനെ രക്ഷിക്കാൻ ആൾ ആദ്യം ചിന്തിച്ചെങ്കിലും എന്തൊക്കെയോ ഇവിടേക്കോ ഒരു പ്രശ്നം തോന്നുകയാണ്. അതായത് ആളുടെ ഇൻഡ്യൂഷൻ പറഞ്ഞത് എന്തൊക്കെയോ പന്തികേട് എന്നുള്ളൊരു തരത്തിലാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ ഒരു 35 ലക്ഷം രൂപ ആളുടെ കയ്യിലില്ല എന്നുള്ളത് ആ നൈബേഴ്സിനും അതേപോലെ തന്നെ ആളുടെ സുഹൃത്തുക്കൾക്കും മാത്രമേ അറിയുള്ളൂ. അതേപോലെ തന്നെ ഈ ഗബ്ബർ സിംഗിൻ്റെ മകനായിട്ടുള്ള കുൽദീപിന് ഈ ലെറ്റർ ഇട്ടവർ തന്നെയാണോ കിഡ്നാപ്പ് ചെയ്തത് എന്നുള്ളൊരു സംശയം ആൾക്ക് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള കാര്യം ഈ അടുത്ത സുഹൃത്തുക്കൾക്കും നൈബേഴ്സിനും മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ കിഡ്നാപ്പേഴ്സ് അറിഞ്ഞു എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ അടുത്തതായിട്ട് ആൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അത്രത്തോളം വിശ്വാസമുള്ള ഫ്രണ്ട്സിനെ വിളിക്കുകയാണ്. എന്നിട്ട് ആൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മളുടെ കൂടെയുള്ള ആരോ ആണ് എൻ്റെ മകനെ കടത്തിയതെന്നാണ്. അതായത് ഇപ്പോൾ ലൈക്ക് ഈ രണ്ട് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ചുരുക്കം ആളുകളുള്ളൂ. അപ്പോൾ അവർ തന്നെ ആയിരിക്കും, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തത് എന്നുള്ളൊരു ചിന്ത അയാളുടെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ ആളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി ഇതുമുള്ള കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സീക്രട്ടായിട്ട് വെക്കണം, ഈ എന്താ പറയുക പുറത്ത് ആരോടും തന്നെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ആ രണ്ടാമത്തെ ലെറ്ററും നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഫെബ്രുവരി 11 ചുരുട്ടിക്കൂട്ടിയ പേപ്പർ ബോൾ വീണ്ടും വരാന്തയിൽ പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, നിനക്ക് അത്യാവശ്യം സമയം തന്നു, പൈസയും കുറച്ച് തന്നു, നിൻ്റെ മകനെ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ചിട്ട് പൊക്കോ, ഇതാണ് നിനക്കുള്ള ലാസ്റ്റ് വാർണിംഗ് എന്നായിരുന്നു ആ ഒരു കഷ്ണം കടലാസിലുണ്ടായിരുന്നത്. ഇതൊക്കെ നടക്കുമ്പോഴും ആരായിരിക്കും തൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളുടെ തലയിൽ ഒരു പേരിങ്ങനെ ക്ലിക്കാവാണ്. ആഷു എന്നായിരുന്നു ആ ഒരു പേര്. അപ്പോൾ ഈ ആഷുവും ഗബ്ബർ സിംഗും തമ്മിലുള്ള ഒരു ബന്ധം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 വർഷം മുൻപ് ഈ ഗബ്ബർ സിംഗിൻ്റെ ഗ്രോസറി ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ആളായിരുന്നു ഈ ആഷു. അപ്പോൾ ഇവർ തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ആളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതൊക്കെയാണ്. അപ്പോൾ ആൾക്ക് എന്തായാലും വൈരാഗ്യമുണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ മകനെ കിഡ്നാപ്പ് ചെയ്തതാണോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ളത് ആൾ നേരെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. പോലീസുകാർ നേരെ ഈ ഒരു ആഷുവിനെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ആദ്യം തനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു ആഷു പറഞ്ഞത്. എന്നാൽ ആഷുവിനെ എന്താ പറയുക ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആളെന്തൊക്കെയോ മറക്കുന്നതായിട്ട് പോലീസിന് മനസ്സിലാവുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ വേറെ 2 പേര് കൂടെ അയാൾ പറയുകയാണ്. മുകേഷ് കനയ്യ എന്നുള്ള 2 പേരുകളായിരുന്നു അത്. ഇവരെ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരികയാണ്. അപ്പോൾ ഈ ഒരു ആഷുവും ഗബ്ബർ സിംഗും തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഗബ്ബർ സിംഗിൻ്റെ കടയിൽ കുറേ നാൾ മുന്നേ ആഷുവിനെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ടൈമിൽ ഇയാൾ കുറച്ച് കാശ് മോഷ്ടിക്കുകയാണ്. ഈ വിവരം ഈ ഗബ്ബർ സിംഗ് എങ്ങനെയോ അറിഞ്ഞു. ആളെ കടയിൽ നിന്ന് പുറത്താക്കി, പോരാത്തതിന് ആകെ നാറ്റിച്ച്, അതായത് നാട്ടിലെ പഞ്ചായത്തിലോട്ട് വരെ കാര്യങ്ങളെത്തി, ആകെ പ്രശ്നമായി. ആളെ എന്താ പറയുക ആൾക്ക് അവിടെ നിൽക്കക്കളില്ലാതായി. ആൾ നാട് വിട്ട് തൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തോട്ട് പോയി നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതിയിട്ട് ഈ ആഷു തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. എന്നാൽ ആരും തന്നെ അത് മറന്നിട്ടുണ്ടായിരുന്നില്ല. നാട്ടിലെ ചെറിയ പിള്ളേർ തുടങ്ങിയിട്ട് പ്രായമായവർ വരെ കള്ളം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പയ്യനെ വിളിക്കുകയാണ്. അപ്പോൾ തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കാനുള്ളൊരു കാരണക്കാരനായിട്ടുള്ളത് ഗബ്ബർ സിംഗ് ആണ്, എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആളുടെ ഉള്ളിലുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു ചിന്തയുടെ ഉള്ളിൽ വെച്ച് നടക്കുന്ന സമയത്താണ് ഈ ഒരു മുകേഷിനെയും കനയ്യയെയും ഇയാൾ പരിചയപ്പെടുന്നത്. മുകേഷ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗബ്ബർ സിംഗിൻ്റെ ഒരു റിലേറ്റീവാണ്. ഈ ഗബ്ബർ സിംഗിനും മുകേഷിനും ഇടയിൽ ഒരു പ്രശ്നമുണ്ട്, ഒരു സ്വത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾക്കും ഗബ്ബർ സിംഗിൻ്റെ അടുത്ത് ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. ഈ കനയ്യയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇയാളുടെ തൊട്ടടുത്തുള്ള നൈബറാണ്. ഇവർ തമ്മിലും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അങ്ങനെ ഇയാളുടെ ശത്രുക്കളെല്ലാം കൂടെ ഒരുമിക്കുകയാണ്. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ. അങ്ങനെ ഇവർ 3 പേരും കൂടെ ഒരു ഗ്യാങ് ഫോം ചെയ്തിട്ട് ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഒരു പണി കൊടുക്കണം എന്നുള്ള കാര്യം അവരിങ്ങനെ പ്ലാൻ ചെയ്യാണ്. അപ്പോഴാണ് ഇവരുടെ കണ്ണ് ഗബ്ബർ സിംഗിൻ്റെ മോൻ്റെ മേത്ത് വീഴുന്നത്. അന്നത്തെ ദിവസം ഈ പയ്യൻ കളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്തിട്ട് ആളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു കാട്ടിലോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ച് ആ ഒരു പയ്യനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ഇവർ പോലീസുകാരൻ നേരെ ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ട സ്ഥലവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പോലീസുകാർ ആ ഒരു കുഴി തോണ്ടി നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി നന്നായിട്ട് അഴുകിയിട്ടുണ്ടായിരുന്നു. സോ ആ പയ്യൻ ഇപ്പം തന്നെ കൊന്നതല്ല, ഇവർ കിഡ്നാപ്പ് ചെയ്തപ്പോൾ തന്നെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാവുകയാണ്. അതായത് ജാനുവരി 23-ന് ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്ത അന്ന് തന്നെ ആ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. തന്നെ ഇവർ എന്താണ് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നതെന്ന് പോലും 9 വയസ്സുള്ള ആ ഒരു പാവം പയ്യന് മനസ്സിലായിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ ഗബ്ബർ സിംഗിൻ്റെ കയ്യിൽ നിന്ന് ഇവർക്ക് ക്യാഷ് അടിക്കാനുള്ള പദ്ധതിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാൽ ഏതൊരു സമയത്താണ് ഗബ്ബർ സിംഗ് തൻ്റെ മകനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവാർഡ് പോസ്റ്റർ ഒട്ടിച്ചത്, ആ ടൈം തുടങ്ങിയിട്ട് ഓക്കെ ഇയാൾ ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാപ്പ് ചെയ്തവർക്ക് എത്ര പൈസ തരും എന്നുള്ളൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ വരുന്നതും, അതുപോലെ തന്നെ ആ ഒരു പേപ്പർ ബോൾ ആളുടെ വരാന്തയിൽ ഇടുന്നതും. അപ്പോൾ ഈ കനയ്യയുടെ വീട് ഇയാളുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. സോ ആളുടെ വീട്ടിൽ നിന്ന് സിമ്പിളായിട്ട് ഈ ഒരു പേപ്പർ ബോൾ ആരും കാണാതെ ഇയാളുടെ വീടിൻ്റെ വരാന്തയിലോട്ട് ഇടാൻ പറ്റും. അതുകൊണ്ടാണ് ആ ഒരു പേപ്പർ ബോൾ എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു, ആരാണ് കൊണ്ടിട്ടത് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യവും ഇയാൾക്കും ഇയാളുടെ ഫ്രണ്ട്സിനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാതിരുന്നത്. പിന്നെ ഈ 35 ലക്ഷം രൂപയുടെയും അതുപോലെ തന്നെ മകൻ ഇവർ തന്നെയാണ് കിഡ്നാപ്പ് ചെയ്തത് എന്നുള്ള സംശയവും ഇതേപോലെ തന്നെ നൈബേഴ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതാണ് അടുത്ത കത്തിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ക്യാപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ മകൻ വേണമെന്നുള്ള തെളിവ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നുള്ള കാര്യം അവർ ആലോചിച്ചു. അവർ നേരെ പോയിട്ട് ആ കുഴിച്ചിട്ട സ്ഥലം വീണ്ടും കുഴി തോണ്ടുകയാണ്. എന്നിട്ട് അവൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ആ എൻവലപ്പിലാക്കിയിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് രണ്ടാമത് വന്ന ആ ഒരു ബോളിനൊപ്പം ഉണ്ടായിരുന്ന എൻവലപ്പിലുണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇവർ അകത്താണ്. ഈ കേസാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതായത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.